ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനിയാണെങ്കിൽ ലിവറൊക്കെ കേടായിട്ട് ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അപ്പം നയന തന്നെയാണ് കേട്ടോ, നയനയുടെ ബോഡി വീക്കാണെങ്കിലും നയന തന്നെയാണ് ദേവയാനിക്ക് ലിവർ കൊടുക്കുന്നത്. അങ്ങനെ ദേവയാനിയുടെ ജീവൻ രക്ഷപ്പെടുകയാണ്. പക്ഷേ നയനയുടെ കാര്യം കുറച്ച് കോംപ്ലിക്കേഷനിലൊക്കെ ആവുകയാണ്. അവസാനം തൻ്റെ തെറ്റ് മനസ്സിലാക്കുന്ന ദേവയാനി നയനയോട് മാപ്പ് പറയാണ്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് കേട്ടോ ദേവയാനി. പക്ഷേ അപ്പോഴും ദേവയാനിയുടെ ചിന്ത നയനയും ആദർശും ഒരു റൂമിൽ ഒന്നിച്ച് കിടക്കുന്നതിനെക്കുറിച്ചാണ്. ആദർശിനെ ഫോൺ വിളിക്കുകയാണ് ദേവയാനി. എന്നിട്ട് പറയുന്നുണ്ട്, എടാ നീ അവിടെ തന്നെ കിടക്കാമല്ലേ, അവളും കൂടി എന്തിനാണ് ആ റൂമിൽ കിടത്തിയിരിക്കുന്നത്? അപ്പോൾ ആദർശ് പറയാണ്, ഞാൻ കട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവൾ നിലത്താണ് കിടക്കുന്നത്, ഞാൻ തന്നെയല്ലേ, അപ്പോൾ എനിക്കിങ്ങനെ തണുപ്പൊക്കെ ആകുമ്പോൾ അസുഖം വരുമല്ലോ, അതുകൊണ്ട് അവൾ കൂട്ട് കിടന്നതേ ഉള്ളൂ. ഓഹോ അങ്ങനെയാണോ? അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് നീ അവളുടെ കയ്യിലും കൂടി ഒന്ന് ഫോൺ കൊടുത്തേ എന്ന് പറയാൻ. അങ്ങനെ ആദർശ് നയനയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ്, അമ്മയാണെന്ന് പറയാണ്. അപ്പം നയന ചോദിക്കുക, എന്താ അമ്മേ? അത് എടി നീ ആ റൂമിൽ തന്നെ കിടന്ന അവൻ്റെ കൂടെ, അവൻ മാലയിട്ട് മലയ്ക്ക് പോകാനായിട്ട് ഇരിക്കുന്നത് നിനക്ക് ഓർമ്മയില്ലേ? ഇപ്പോഴും അവൻ്റെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ നിനക്ക് ഉറക്കം വരുള്ളൂ അല്ലേ? അപ്പം നയന പറയണം, അമ്മ എന്ത് വൃത്തിക്കേടൊക്കെ ഈ പറയുന്നത്? ആദർശേട്ടൻ നോയമ്പെടുക്കുന്ന കാര്യമൊക്കെ എനിക്കറിയാം, പിന്നെ അതൊന്നും അമ്മ എന്നെ പറഞ്ഞു പഠിപ്പിക്കേണ്ട. ഞങ്ങളുടെ കുടുംബത്തിലും ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. ഞാനിവിടെ തറയിലാണ് കിടക്കുന്നത്, ഇനി ഈ റൂമിൽ നിന്ന് മാറി കിടക്കണമെങ്കിൽ അങ്ങനെയും കിടക്കാമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വേണം, നീ ആ റൂമിൽ കിടക്കാൻ പറ്റില്ല എന്ന് പറയാനും. അതിനൊക്കെ ശേഷം പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ദേവയാനിയുടെ കണ്ടീഷനൊക്കെ കുറച്ച് മോശമാകാണ്ടുണ്ട്. കയ്യിലിരിപ്പ് മോശമായതുകൊണ്ട് തന്നെ കണ്ടീഷനും മോശമാണ്. അങ്ങനെ ഡോക്ടർമാരെല്ലാം ICUലോട്ട് വീണ്ടും ദേവയാനിയെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നോക്കുമ്പോഴേക്കും ലിവറിനൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് ആദർശിനെയും ജയനെയൊക്കെ വിളിപ്പിക്കുകയാണ്. ഡോക്ടർ പറയുന്നുണ്ട്, ആദർശേ അമ്മയുടെ കണ്ടീഷൻ കുറച്ച് മോശമാണ്, ഓർഗൻസിനൊക്കെ കുറച്ച് പ്രശ്നമുണ്ടെന്ന് പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഡോക്ടറല്ലേ പറഞ്ഞത് ബ്ലഡൊക്കെ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഡോക്ടർ പറയണം, അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായേക്കാം, ഓർഗൻസിൻ്റെ കാര്യത്തിലൊക്കെ ഒന്നും പറയാൻ പറ്റില്ല, നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും ആദർശ് പറയണം, അയ്യോ ഡോക്ടർ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അതിനൊരു ഡോണറെ കണ്ടെത്തണം, അതാണ് വേണ്ടതെന്ന് പറയണം. അപ്പോൾ ഡോക്ടറോട് ആദർശ് പറയണം, നയനയുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ചേരുമല്ലോ, അപ്പം നയനയോട് തന്നെ നമുക്ക് പറയാം ഡോക്ടർ. അപ്പോൾ ഡോക്ടർ പറയണം, ഒരിക്കലും പറ്റില്ല, ആ കുട്ടിയുടെ ലിവർ എടുക്കാൻ പറ്റില്ല, ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു വലിയ സർജറിക്ക് തയ്യാറാവാനുള്ള ആരോഗ്യസ്ഥിതിയില്ല, അന്ന് തന്നെ ബ്ലഡ് എടുത്തത് തന്നെ ആ കുട്ടി വളരെ വീക്കായിരുന്നു, ഇനിയിപ്പോൾ ആ കുട്ടിയുടെ ഓർഗൻ എടുക്കാമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമായിരിക്കും എന്ന് പറയാം. വേറെ ആരെങ്കിലും റിലേഷനിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പെട്ടെന്ന് തന്നെ അന്വേഷിക്കണം, ഇല്ലേ ദേവയാനിയുടെ ജീവൻ തന്നെ ആപത്താന്ന് പറയണം. അങ്ങനെ ആദർശ് അനിയോട് പറയുകയാണ് കേട്ടോ, അനാമികയോട് പറയാൻ. അനിയാണെങ്കിൽ ചെന്ന് അനാമികയോട് സംസാരിക്കുമ്പോൾ അനാമിക അതിന് സമ്മതിക്കുന്നുമില്ല. അനാമിക പറയുന്നുണ്ട്, എൻ്റെ ലിവർ കൊടുത്തിട്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാനോ? അതിന് ഞാൻ ഒന്നുകൂടി ജനിക്കണം, അങ്ങനെ ഞാൻ മരിച്ചോട്ടെ എന്ന്, അങ്ങനെ അവർ ജീവിക്കേണ്ട എന്ന് പറയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം ദേവയാനിയുടെ കണ്ടീഷൻ മോശമാകുക. അപ്പം നയന തന്നെ ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ ഞാൻ ലിവർ കൊടുക്കാം, എൻ്റെ ലിവർ കൊടുത്തെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ആദർശേട്ടാ, എനിക്ക് ആരോഗ്യമൊന്നും മോശമൊന്നും അല്ല, ആ സമയം ടെൻഷനൊക്കെ കാരണം എൻ്റെ ബോഡി കുറച്ച് വീക്കായിരുന്നേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയില്ലേ ആദർശേട്ടാ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, തൻ്റെ ലിവറൊന്നും എടുക്കാൻ പറ്റില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്, കാരണം തന്നെ മരണത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നയന പറയണ, അതെന്താണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആദർശേട്ടാ, ഇനിയിപ്പോൾ അഥവാ എൻ്റെ ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടായാലും അമ്മയുടെ ജീവന് യാതൊരു ആപത്തും ഉണ്ടാവരുത്, ഞാൻ തന്നെ ഡോക്ടറോട് സംസാരിക്കാം എന്ന് പറയണം. അങ്ങനെ നയന പോയിട്ട് ഡോക്ടറോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഒരുപാട് പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യണ്ട, കുട്ടിയുടെ ജീവന് തന്നെ ചിലപ്പോൾ ആപത്താവും, എന്താ സംഭവിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പം നയന പറയാണ്, ഇപ്പം സ്വാമി അങ്ങനെ മോശമായിട്ടൊന്നും സംഭവിപ്പിക്കത്തില്ല, അമ്മയുടെ ജീവനൊന്നും സംഭവിക്കരുത്, ഇപ്പോൾ അതാണ് നമുക്ക് അത്യാവശ്യം, എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇനി വരുമെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഞാൻ ലിവർ കൊടുക്കാതിരിക്കാൻ പറ്റില്ല, ഞാൻ ഓപ്പറേഷന് തയ്യാറാണ്, എത്രയും വേഗം അത് ചെയ്തോ ഡോക്ടർ എന്ന് പറഞ്ഞ് നയന സമ്മതപത്രമൊക്കെ ഒപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നയനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുകയാണ് ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട്. അങ്ങനെ നയനയുടെ ലിവർ പകുത്ത് നൽകുകയാണ് ദേവയാനിക്ക്. ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ദേവയാനിയാണ് ഇതൊന്നും അറിയുന്നുമില്ല കേട്ടോ. അങ്ങനെ നയനയുടെ ലിവർ വെച്ച് ദേവയാനിക്ക് ബോധമൊക്കെ വീഴുകയാണ്. ദേവയാനി പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അതേസമയം നയന വീണ്ടും ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. നയനയ്ക്ക് ഓപ്പറേഷൻ കഴിയുമ്പോൾ ബോധം വീഴുന്നില്ല, വല്ലാത്തൊരവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. അപ്പം ഡോക്ടർമാർ പറയുന്നുണ്ട് ആദർശനോട്,
ഞങ്ങൾ അപ്പോൾ തന്നെ പറഞ്ഞതാണ് ഈ കുട്ടിയുടെ ബോഡി വീക്കാണെന്ന്. ഇപ്പോൾ ഇത്രയും വലിയൊരു സർജറിയൊക്കെ ചെയ്തപ്പോൾ ബോധം വീണിട്ടില്ല. 24 മണിക്കൂർ കഴിയാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുക. ആദർശാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് കനകവും നന്ദുവും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പം നന്ദുവും കനകവും ഒക്കെ ഒരുപാട് വിഷമിക്കുകയാണ് നയന ഈ സർജറിക്ക് തയ്യാറായതിന്. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ സർജറിയൊക്കെ കഴിഞ്ഞില്ലേ, നയനയിടത്തേക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, നയനച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഞങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പം ആദർശ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം മറുപടിയൊന്നുമില്ല. നയനയ്ക്ക് അതുവരെ ബോധമൊന്നും വീണിട്ടില്ല. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല എന്നാണ്. അപ്പം ആദർശ് പറയാണ്, നന്ദു വിഷമിക്കരുത്, നയനയ്ക്ക് ബോധം വീണിട്ടില്ല, പക്ഷേ എല്ലാം ശരിയാവും, നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയാം. അപ്പോൾ കനകമൊക്കെ അവിടെ നിന്ന് നെഞ്ചത്തടിച്ച് കരയാണ് കേട്ടോ. ഇതിനൊക്കെ ശേഷം അനാമികയും രേവതിയും കൂടെ പറയാണ്, കണ്ടോ അവളെ ലിവറും കൊടുത്തു, ഇനിയിപ്പോൾ ദേവയാനിക്ക് അവളെ മരുമോളെ ഇഷ്ടമാവുമായിരിക്കും എന്ന് പറയുമ്പം അനാമിക പറയുകയാണ് കേട്ടോ, അങ്ങനെയൊന്നും ഉണ്ടാവരുത്, അതിന് നമ്മൾ ഇടയ്ക്ക് കയറി കഴിക്കണം, ഒരിക്കലും അവർ തമ്മിൽ ഇഷ്ടത്തിലാവാൻ നമ്മൾ സമ്മതിക്കരുത്, നമുക്കത് ദോഷം ചെയ്യുമെന്ന് പറയുകയാണ്. അതേസമയം ദേവയാനി ബോധം വീണ് കഴിയുമ്പോഴേക്കും ആദർശും അതുപോലെ തന്നെ ജയനും കൂടി പറയുന്നുണ്ട് ദേവയാനിയോട്, ദേവയാനിക്ക് സുഖമായിട്ടുണ്ട്, ഇങ്ങനെ ലിവർ ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്തു, തക്ക സമയത്ത് തന്നെ അത് ചെയ്തതുകൊണ്ടാണ് അമ്മയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റിയതെന്ന് ആദർശ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി തിരക്കുന്നുണ്ട്, എവിടെ നിന്നാണ് ലിവർ, ആരാണ് എനിക്കായിട്ട് കരൾ നൽകിയതെന്ന് ചോദിക്കുകയാണ്. അപ്പം മടിക്കാതെ തന്നെ ആദർശം ജയനും കൂടെ പറയാണ്, അത് നീ ഏറ്റവും വെറുക്കുന്ന നയന മോളാണ് നിനക്ക് നൽകിയതെന്ന് ജയൻ പറയാണ്. അപ്പോൾ ദേവയാനി അന്തം വിട്ട് പോവുകയാണ്. അതെന്താ അവൾ വേറെ ആരും ഇല്ലായിരുന്നോ എന്ന് ദേവയാനി എടുത്ത വായിക്ക് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മേ ഒരുപാട് അലഞ്ഞു, പെട്ടെന്ന് തന്നെ ആവശ്യമായിരുന്നു, ആരുമില്ലായിരുന്നു. അനാമികയോട് ചോദിച്ചിട്ട് അവളത് സമ്മതിച്ചുമില്ല. പിന്നെ ഇപ്പോൾ നയനേ ഉള്ളായിരുന്നു, നയനയുടെ ബോഡി വീക്കാണ്, അതുകൊണ്ട് നയനയുടെ ലിവർ എടുക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷേ നയന അമ്മയുടെ ജീവന് ഒരു ആപത്തും വരരുതെന്നും പറഞ്ഞ് അതിനും തയ്യാറായി. എന്നിട്ടാണ്ട് ഇപ്പോൾ ഇതുവരെ ബോധം തെളിയാതെ അവൾ ICUയിലുമാണ്. അങ്ങനെ അവളുടെ ജീവന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നയന തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള കാര്യം പോലും നമുക്കാർക്കും പറയാൻ പറ്റില്ല അമ്മേ എന്ന് പറയുകയാണ് കേട്ടോ ആദർശ്. അപ്പോൾ ദേവയാനിക്ക് ഉള്ളിലൊരു വിങ്ങലൊക്കെ തോന്നുകയാണ്. ദേവയാനി പറയാണ്, ആ കുട്ടി എന്തിനാ പിന്നെ ഇത് ചെയ്തത്? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത്രയ്ക്ക് അമ്മയോട് അവൾക്ക് സ്നേഹമുണ്ട്, അമ്മയുടെ ജീവനൊന്നും വരരുത്, അവൾ ഇനി മരിച്ചാലും കുഴപ്പമില്ലെന്നാണ് അവൾ പറഞ്ഞതെന്ന് പറയണം. അങ്ങനെ അതൊക്കെ അങ്ങ് കഴിയാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ദേവയാനി ഡിസ്ചാർജായി പോവുകയും നയന പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ നയന തിരിച്ച് അനന്തപുരിയിൽ എത്തുകയാണ്. നയനയുടെ ആരോഗ്യമൊക്കെ മോശമാണ്, പക്ഷേ ദേവയാനി എല്ലാ കാര്യത്തിലും നയനയെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അങ്ങനെ നയനയുടെ അടുത്തെത്തി ദേവയാനി നയനയോട് മാപ്പ് പറയുകയാണ് ചെയ്യുന്നത്. കുറ്റബോധം കൊണ്ട് തല ഉയർത്താമല്ലാത്ത അവസ്ഥയിലാണ്. നയനയെ അതുപോലെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ എന്നോർത്തിട്ട് ദേവയാനി കുറ്റബോധം കൊണ്ട് വിങ്ങിയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു നിമിഷം നയനയുടെ അടുത്തെത്തുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ്, നയനമോളെ നിന്നോട് ഞാൻ ചെയ്തതിനൊക്കെ മാപ്പ്, അവസാന നിമിഷവും നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദർശിനെ കൊണ്ട് മലയിടിച്ചത്, അതെനിക്ക് തന്നെ അതിന് പകരം കിട്ടുകയും ചെയ്തു, വേണ്ടതിലധികം കിട്ടി. പക്ഷെ മോളെ നിൻ്റെ ജീവൻ പോലും പണയം വെച്ച് നീ എന്നെ രക്ഷിച്ചില്ലേ, അതിന് ഞാൻ നിന്നോട് എത്ര കടപ്പാടുണ്ടെന്ന് എനിക്കറിയില്ല, നിന്നോട് എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇതെൻ്റെ മനസ്സിൽ തൊട്ട് ഞാൻ പറയുന്നതാണ് നയനെ, നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്തു, അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇതൊക്കെ അനുഭവിച്ചത്, ഇതിനൊക്കെ എനിക്കിനി പ്രായശ്ചിത്തം ചെയ്യണം മോളെ എന്നൊക്കെ പറഞ്ഞ് നയനയോട് മാപ്പ് പറയാണ് കേട്ടോ ദേവയാനി. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്